രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു? ഇനി ഇടതുപക്ഷ പ്രവർത്തകർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുഹൃത്തെ കേരളത്തിൽ ഒതുങ്ങുന്നില്ല, ഇന്ത്യയിൽ മുഴുവനുള്ള പ്രസ്ഥാനമാണ്. അത്ര മാനക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് CPM. ചേട്ടൻ പറയുമ്പോൾ മിണ്ടാണ്ടിരുന്നു. ചേട്ടൻ പറഞ്ഞ അതേ വാക്ക് കേട്ട് ബഹുമാനിച്ച് മിണ്ടാണ്ടിരുന്നു. ചേട്ടാ അഭിമാനം എനിക്ക് കേട്ട്. നിങ്ങൾ അത്ര രാഹുൽ ഗാന്ധി മോശക്കാരനാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ ലോക്സഭാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്, ആ മത്സര പോസ്റ്ററിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും ചിത്രം ഞാൻ കണ്ടില്ല. കണ്ടത് രാഹുൽ ഗാന്ധിയുടെയാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾ ആദ്യം തയ്യാറാകുക. പിന്നെ രണ്ടാമതൊന്ന്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഓന്റെ പാർട്ടി ഏത് മുന്നണിയിലാ? ചേട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾക്കറിയില്ല. ആ ജനതാദൾ ഏത് മുന്നണിയില ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നത്? ആ നിങ്ങളാണോ ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം പഠിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ സംഘപരിവാർ വിരുദ്ധ സമരം പഠിപ്പിക്കാൻ വരുന്നത്? അതൊക്കെ മടിയിൽ വെക്കി ചേട്ടാ. ഇത് ചേട്ടന്റെ പഴയ കാലത്തെ ചോദ്യം, പുതിയ ചോദ്യം കൊണ്ടുപോകും. ഒരു ചോദ്യം മറുപടി ഇവിടെ നിന്ന് വന്നോട്ടെ. പറഞ്ഞോളൂ. അല്ലല്ല, അങ്ങോട്ടല്ല, ചോദിച്ചോളൂ. ഈ പറഞ്ഞ വേറൊന്നുമല്ല, കേരളത്തിന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഫ്ലെക്സ് അടിക്കുന്നു. എന്തുകൊണ്ടാണത്? കേരളത്തിൽ മാത്രം പരസ്പരം പോരാടുന്നു. പല മുന്നണി സമവാക്യങ്ങളിലും വ്യത്യാസമുണ്ട്. ദേശീയ തലത്തിൽ പറ്റും, അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അല്ല, ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നത്. ഇന്ത്യയിൽ ഏകമാനമായ ഒരേ രീതിയിലുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയവും കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇവിടെ ചോദിച്ച കാര്യം വളരെ പ്രസക്തമല്ലേ? ഇടതുപക്ഷത്തിനോടാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? വയനാട്ടിൽ BJP അപ്രസക്തമാണ്. അവിടെ ഒന്നാമത്തെ കക്ഷി, അവിടെ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് സംഘപരിവാര ഭരണത്തെ ഒഴിവാക്കാനാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ അവർ മത്സരിക്കേണ്ടത് ഏറ്റവും ശക്തമായ BJP മണ്ഡലത്തിലാണ്. ആ കാര്യമാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ശരി, അത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കാതെ BJPയെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ കേന്ദ്രം വന്ന് മത്സരിക്കുന്ന നടപടി ശരിയല്ല. ഇവിടെ കുറച്ചു നേരത്തെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ചോദ്യം നടന്നു. ജില്ലാ ആശുപത്രിയിലെ അവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ടോ, അവിടെ മറ്റുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ കടന്നുപോയി പരിശോധിച്ചാൽ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, ഞങ്ങൾക്കൊരു ചെറിയ മെഡിക്കലിന്റെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ? ഞങ്ങളൊക്കെ വടക്കേന്ത്യയിൽ പോയി ധാരാളം ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം UP പോയി എന്റെ വൈഫിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് കരിമ്പുതോട്ടമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മറ്റൊരു ചോദ്യം, ഇവിടെ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിച്ച ഇവിടെയുള്ള മറ്റുള്ള മിഷണറിമാരെ തല്ലിക്കൊല്ലുന്നതോ പട്ടിയെ പോലെ അടിച്ചമർത്താണോ ഇവിടുത്തെ വടക്കേന്ത്യയിലെ നയം? ഇതിന് എന്തു മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റും? ഹരി, വളരെ പെട്ടെന്ന് ഹരി മറുപടി കൊടുക്കണം. കാരണം വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വികസനം നിങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വലുതാണെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ ഞാനും ഖേദിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ആരോഗ്യ മേഖലയും പൂർണ്ണമായത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് മുമ്പിലുള്ള തൃശൂർ ജനത വോട്ട് ചെയ്യേണ്ട എനിക്ക് മുമ്പിലുള്ള ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തലായിട്ട് വർഷത്തിലും മേലെയായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ സമയത്ത് വൈകിട്ട് 7 മണിക്ക് ന്യൂസ് 18 ചാനൽ ചർച്ച നടത്തുമ്പോ ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റോ ഒരു പീഡിയാട്രിഷനോ ഒരു ഗൈനക്കോളജിസ്റ്റോ ഉൾപ്പെടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്ഷമ വേണ്ടേ, സഹിഷ്ണുത വേണ്ടേ, മര്യാദ വേണ്ടേ? എന്താ കമ്മ്യൂണിസ്റ്റുകാരത്? മോശല്ലേ? സഹിഷ്ണുത വേണ്ടേ? അപ്പൊ ഈ ആശുപത്രിയിൽ ചികിത്സിക്കാനായി ഈ സമയത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറില്ല. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയൊക്കെ വികസിച്ചെങ്കിൽ പിണറായി വിജയൻ എന്തിനാ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോണത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോണത്?
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ തേടിക്കൂടെ? എല്ലാം കൈവരിച്ചെങ്കിൽ കോടിയേരിനെ പാർട്ടി ചെലവിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്? വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചൂടെ? അപ്പൊ നിങ്ങളുടെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നേതാക്കന്മാർക്കുമൊക്കെ അസുഖം വരുമ്പോ കേരളത്തിലെ ആശുപത്രികൾ പോരാ. ഇവിടെ കോരന്റെ മകനും മന്തോണിയുടെ കുട്ടിക്കും മുഹമ്മദിന്റെ പുത്രനും ചികിത്സ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളോ ഡോക്ടർമാരോ ഡയാലിസിസ് യൂണിറ്റോ എന്തിന് കൃത്യമായി ഹൈജീനിക് പോലുമല്ലാത്ത ഈ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ സാധാരണക്കാരന് ചികിത്സ. ഇതാണോ കമ്മ്യൂണിസ്റ്റ് നയം?